കാറ്റത്തെ കിളിക്കൊണ്ട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നീതു കരഞ്ഞ് അങ്ങോട്ട് വരുന്നു. അപ്പോൾ അനിയനും സഹോദരിയൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നീതു വന്നിട്ട് ഇങ്ങനെ ഹരീഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. ഇത്ര നാൾ 2 കൊല്ലം അവൻ്റെ പിന്നാലെ നടന്ന് സ്നേഹിച്ചിട്ട് എനിക്ക് അപമാനമാണ് ഉണ്ടായത്, ചേട്ടനെ കല്യാണം കഴിക്കാൻ പറഞ്ഞേക്കണ്, അങ്ങനെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് വല്ലാത്ത ഫീലിംഗ് ആവും. അതിനുശേഷം നമ്മുടെ ഹരീഷ് വരുമ്പോൾ എല്ലാവരും കൂടെ അതേ ഇരിപ്പന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ദേ ഹരീഷ് നമ്മുടെ സുഭാഷ് ചേട്ടൻ ചീത്ത പറയണ്ട, ആ പെൺകുട്ടി എൻ്റെയും വയസ്സ് നോക്കടാ, നീ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആ പെൺകുട്ടി എന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്, അങ്ങനെ പറയാൻ പറ്റുമോടാ, നിന്നെ സ്നേഹിച്ച് നടന്നൊരു പെൺകുട്ടിയല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 2 അനിയന്മാർ ചേട്ടനും അനിയനും കൂടി, അതായത് സുധീഷും നികേഷും കൂടി ചിരിയോട് ചിരി, എന്ത് ചെയ്തിട്ട് അവരെ ചിരി അടക്കാൻ പറ്റില്ല, പൊട്ടിച്ചിരിക്കുക. നിധി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ പാവ ഹരീഷ് വേഗം പുറത്തേക്ക് എഴുന്നേറ്റ് പോകും നാണക്കേടുകൊണ്ട്. അപ്പം നിധി സുധീഷിനെയും നികേഷിനെയൊക്കെ വഴക്ക് പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ പറയും, ഹരീഷെ, നിനക്ക് നിൻ്റെ ചേട്ടനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, സാരില്ല, പക്ഷേ നിനക്കിപ്പോൾ എന്തായാലും നീതുവിന് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും. അതെനിക്കറിയില്ല ഏട്ടത്തി, അന്നാ ഇഷ്ടമാണ്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അവൾ ആ കരഞ്ഞിങ്ങോട്ട് വന്നതും നീ ഇപ്പോൾ വിഷമിക്കുന്നതും. എന്തായാലും നീ നാളെ അവളെ കാണുമ്പോൾ ഒന്ന് സോറി പറയണോട്ടാന്ന് പറയും. അവളെ പെൺകുട്ടികളെ മനസ്സ് അങ്ങനെയാണ്, അവർ സ്നേഹിച്ച ആളെ വിട്ടിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാനൊന്നും അവർക്ക് പറ്റില്ല, അത് നിനക്ക് അറിയാഞ്ഞിട്ടെന്നൊക്കെ പറയും. എന്നിട്ട് നല്ല സ്നേഹത്തോടെ അപ്പോൾ സോറി ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സ്നേഹത്തോടെ നിധി വിളിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിക്കാൻ വരാൻ പറയും. ഏട്ടത്തി പൊക്കെ ഞാൻ വരാമെന്ന് പറയും. എന്നിട്ട് നിധി അവരെടുത്ത് ചെന്നിട്ട് പറയും, 2 ആളോടും പറയും, ഇനി ചിരിച്ചിട്ടുണ്ടെങ്കിലല്ല വിവരം അറിയും, ഞാൻ പാത്രം കൊണ്ട് തലക്കെടിക്കും, ഞാൻ ആവശ്യമില്ലാത്ത ചിരിക്കാന്ന് കരുതിട്ടാ ഹരീഷ് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്, ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയും. ശ്രമിക്കാന്ന് പറയും. അപ്പം നികേഷേ, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറയും. ഇല്ല ഏട്ടത്തി പറഞ്ഞാൽ പിന്നെ എനിക്കൊരു വാക്കില്ല എന്ന് പറയും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അവർ പിന്നെയും കുറേ ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാത്രി നമ്മുടെ ഹരീഷ് നീതുവിൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണ്. അപ്പോൾ സുധീഷ് ഉണ്ടെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഒളിഞ്ഞൊക്കെ നോക്കും, പിന്നീട് അവിടെ ചെന്ന് ചോദിക്കില്ല, നീ എന്ത് ഇവിടെ എന്ന് പറയും. ഒന്നില്ലൊരു ഫ്രണ്ടിനെ കാണാൻ നിൽക്കണമെന്ന് പറയും. അപ്പോൾ വർക്ക്ഷോപ്പിൽ എല്ലാവരുടെ പേരും നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നല്ല, നിങ്ങൾ പോയേ, നിങ്ങൾ ആവശ്യമില്ലാതൊക്കെ അന്വേഷിക്കേണ്ടെന്ന് പറയും. ഓ ശരി എന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ സുധീഷ് പോകും. പക്ഷേ സുധീഷ് ആരാണ് വില്ലൻ, സുധീഷ് അവിടെ മറിഞ്ഞ് നിൽക്കും. അപ്പം നീ ഇതൊരു ബാസ്ക്കറ്റിൽ വേസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു, കടലാസും ചവറുകളൊക്കെ ആയിട്ട് വരുന്നു. അപ്പം നീ എന്ന് വിളിക്കും. എന്തിനാണ് നീ വന്നത്, നിൻ്റെ ചേട്ടനെ കല്യാണം കഴിക്കാൻ പറയാനാണോ? 2 വർഷം നിൻ്റെ പിന്നാലെ നടന്നേനെ എനിക്ക് കിട്ടി, നാണം കെട്ടവൻ. ഞാനങ്ങനെ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ കല്യാണം കഴിക്കാൻ നടക്കണമെന്ന് നിന്നെ വിചാരം? എനിക്ക് കല്യാണം ആലോചിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞാൽ, നിൻ്റെ വർക്ക്ഷോപ്പിൽ വന്ന് പറഞ്ഞാൽ, നിൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് വഴക്ക് പറയും. നീതു സോറി എന്ന് പറയും. പക്ഷെ അതങ്ങോട്ട് കേൾക്കാൻ കാത്തിക്കില്ല. നീതു ആ വേസ്റ്റ് എടുത്ത് അവൻ്റെ തലയെ കൂടെ അങ്ങോട്ട് കൊട്ടിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നെ സുധീഷ് അത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് ഓടി വരും. എന്നിട്ട് പറയും, എന്താ ഇതാണല്ലേ നിൻ്റെ ഫ്രണ്ട്, ഈ കുപ്പ ഏതെന്ന് നീ ഏതെന്ന് മനസ്സിലാവണില്ല, വേസ്റ്റ് ബോക്സിൻ്റെ അടുത്തേക്ക് നീക്കട, ആൾക്കാരിങ്ങനെ ഇട്ടോളൂ എന്നൊക്കെ പറയും. താൻ പോയേടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോൾ ആ സുധീഷ് വേഗം അവൻ്റെ മേത്തുന്നതൊക്കെ തട്ടിക്കളഞ്ഞു കൊടുക്കും. വായോ നമുക്ക് പോകാം എന്ന് പറയും. അങ്ങനെ സുധീഷിൻ്റെ കൂടെ ഹരീഷ് പോകില്ല. പക്ഷേ സുധീഷ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഹരീഷ് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സുഭാഷ് മാത്രമേ ഉള്ളൂ. ഏട്ടാ നിധിയൊക്കെ എന്തേന്ന് ചോദിക്കും. അറിയില്ലടാ, നികേഷിനായിട്ട് പുറത്ത് പോയി തോന്നുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ചേട്ടൻ എന്തിനു ഇരിക്കുന്നേ, ചേട്ടനെ ഭയങ്കര ഇഷ്ടമുള്ള, എന്നിട്ട് പിന്നെ ചേട്ടനൊന്ന് ചോദിച്ചുകൂടെ എവിടേക്ക് പോയി നേരത്തുനിന്നൊക്കെ എന്ന് പറയും. എടാ ഞാൻ വരുമ്പോൾ അവരിവിടെ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ അറിയാനാണ് എന്ന് പറയും. അല്ലെങ്കിൽ തന്നെ അപ്പോഴത്തേനും ഹരീഷും വന്നുട്ടാ. അപ്പോൾ ഹരീഷ് വന്നപ്പോൾ ഭയങ്കര ചിരി. സുധീഷ്, എന്താടാ നീ ചിരിക്കുന്നേ? ഒന്നുമില്ല എന്ന് പറയും. മിണ്ടാണ്ടിക്കടോ, പറയല്ലടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും നമ്മുടെ ഹരീഷ്. ശരി പറയണ്ടെങ്കിൽ പറയണ്ട, എന്നെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തേ ഞാൻ പറയും എന്ന് പറയും. എന്തുട്ടാണ് നീ ഒളിച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല ഏട്ടാ എന്ന് പറയും. ഞാൻ പറയും, അല്ല നിധിയുടെ കാര്യമേ, നിങ്ങളെ ഏട്ടനെ ജീവനെ പോലെ കാണുന്നു, ഭയങ്കര സ്നേഹം, സഹോദരൻ അനിയത്തിക്ക് ചേട്ടനോട്, നികേഷിനെയും ഭയങ്കര സ്നേഹം, ഈ ഇവനുണ്ടല്ലോ വർക്ക്ഷോപ്പുകാരനെ, ഇവനോടും സ്നേഹം, എന്നെ മാത്രം അവൾക്ക് ഇഷ്ടമില്ല, അതെന്തൊരു കഥ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹരീഷ് പറയും, ഞങ്ങളൊക്കെ കൂടപ്പുറപ്പുകൾക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ഏട്ടത്തി എന്ന് പറയും. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞാൻ മറ്റേ കാര്യം വിളിച്ച് പറയൂട്ടാന്ന് പറയും. അപ്പോൾ വേഗം ഹരീഷൊന്നും മിണ്ടാണ്ട് നിൽക്കും. അപ്പോഴത്തേനും നിധി വരും. നിധിയും നികേഷും കൂടെ വരുമ്പോൾ സുധീഷ് ചോദിക്കും, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകൂടെ രാത്രി എന്ന് പറയും. ഞങ്ങൾ ഇവിടെ അടുത്ത കട വരെയും പോയാണ്, ഇത്ര നേരം വൈകുന്നു വിചാരിച്ചില്ല എന്ന് പറയും. അപ്പോൾ പറയും, എന്തിനാ പോയെന്ന് ചോദിക്കും. ഞങ്ങളേ സുഭാഷ് ചേട്ടനൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയാണെന്ന് പറയും. സുഭാഷ് ചേട്ടന് ഗിഫ്റ്റോ എന്ന് പറയും.
തുറന്ന് നോക്കുമ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ ഒരു ഗ്യാസ് അല്ലേ ഉള്ളൂ. അങ്ങനെ സുഭാഷ് ചേട്ടൻ അടുക്കളയിൽ വിറകടുപ്പിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഞാൻ പോയി മേടിച്ചിട്ടുണ്ടെന്നാണെന്ന് പറയുന്നത്. അങ്ങനെ അത് ഒക്കെ റെഡിയാക്കി. അപ്പോൾ അവർക്ക് സന്തോഷമായി. പച്ചക്കറി വെക്കുന്നതും കായകനികളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷേ പാത്രമില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയും. നമ്മുടെ നികേഷ് പോയി ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് വരും. പക്ഷെ അതൊന്നും സെറ്റാവില്ല. അപ്പോൾ സുഭാഷ് പറയും, വേണ്ട മോളെ, സാരില്ല, മോള് ഇത്രയും ഒപ്പിച്ചില്ലേ, നാളെ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് സാധനങ്ങൾ ഈ കറണ്ട് അടുപ്പുമ്പോൾ വയ്ക്കുന്ന പാത്രങ്ങളല്ലേ, അത് ചേട്ടൻ മേടിച്ചുകൊണ്ട് വരാട്ടാന്ന് പറയും. ആ ശരി ചേട്ടാന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ നിധിയുടെ സ്നേഹം സുഭാഷ് ഇങ്ങനെ സ്വീകരിക്കുകയാണ്.